വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങളെടുക്കണ്ട. ഇതിവിടെ ഗോട്ടി കളിക്കല്ല, ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ്. ആ മാച്ച് കളിക്കാനുള്ള ഞാൻ മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവാമ്പ് ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വിൻഡോയ്ക്ക് AFA തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ചാണ്. ഞാനിത് നേരത്തെ തുടങ്ങി പറയുന്നതാണ്. ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് മാത്രമാണ്. ഇതൊരു ടീമിന് തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാനൊരു 500 പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഒരാളും ആ അർത്ഥത്തിൽ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതെന്തോ മെസ്സി എടുത്താൽ തീരുമാനം എടുത്താൽ നടക്കും, അർജന്റീന എന്താ തീരുമാനം എടുത്താൽ നടക്കും, ഓസ്ട്രേലിയ എന്തോ തീരുമാനം എടുത്താൽ നടക്കും എന്നുള്ള നിലയിലേക്കായിരുന്നു ചർച്ച പോയിക്കൊണ്ടിരുന്നത്. ഞാൻ തുടക്കം തുടങ്ങിയ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഫിഫ വിൻഡോയിലുള്ള മാർച്ചാണ്. ഫിഫ വിൻഡോയിൽ ഫിഫാൻ്റെ അനുമതി കിട്ടിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് തുടക്കം തുടങ്ങിയ പറയും.